ഹലോ ഡിയർ, എന്തൊക്കെയുണ്ട്? 2 ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയായിരിക്കും അല്ലേ? നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണുന്നത് എൻ്റെ മക്കളുടെ റൂമും അതുപോലെ തന്നെ അത് ഒതുക്കി വെക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? മക്കൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് കുഞ്ഞിൻ്റെ കാര്യം നോക്കി കുഞ്ഞിനെ കുളിപ്പിച്ചുറക്കിയിട്ടാണ് കേട്ടോ ഞാൻ അവരുടെ റൂമൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് കയറിയത്. ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് റൂം ക്ലീൻ ചെയ്തില്ലെങ്കിൽ ആകെ എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. ഒരു പരിധി വരെ അതിന് കുറച്ച് ടിപ്സൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്, അവരെയും കൊണ്ട് അത് ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ കണ്ണെത്തിയില്ലെങ്കിൽ അത് അത്രത്തോളം ക്ലിയർ ആയിട്ടിരിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ മക്കളുടെ റൂം ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി വെക്കും. അപ്പോൾ പിന്നെ ഒത്തിരി ആവില്ല. ചില കുട്ടികളൊക്കെ നല്ല രീതിയിൽ അവരുടെ റൂം ഓർഗനൈസ് ചെയ്ത് വെക്കും, പക്ഷേ എല്ലാ മക്കൾക്കും ആ ഒരു കഴിവുണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മക്കളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഞാൻ ഫസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അത് ഇതുപോലെയുള്ള സ്റ്റോറേജ് ബോക്സസിൽ അവരുടെ ഓർണമെൻറ്റ്സും അല്ലെങ്കിൽ അവർ ഡെയിലി യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ക്രീമുകളോ അവരുടെ മുഖത്തിടുന്ന പൗഡറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒതുക്കി വെക്കാൻ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ അവർ അത് ഒതുക്കി വെച്ചോളും, അവിടെ ഇവിടെയും വലിച്ച് വാരി ഇടൂല കേട്ടോ. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ ചെറിയ ഐറ്റംസ്, ചെറിയ ചെറിയ പെട്ടെന്ന് കാണാതെ പോകുന്ന ഐറ്റംസ് ഞാൻ അങ്ങനെ എടുത്തു വെക്കാറുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ബാഗാണ് കേട്ടോ. ഇതൊരു ക്ലോത്ത് കൊണ്ട് തന്നെയുള്ള ബാഗാണ്, പക്ഷേ അതിൽ സിബ് വരുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ഡ്രസ്സുകളും കുട്ടികളുടെ പുറത്ത് പോകുമ്പോഴുള്ളതായാലും ട്യൂഷന് പോകുമ്പോഴുള്ളതായാലും അതുപോലെ യൂണിഫോം അവരുടെ ഇന്നേഴ്സ് എല്ലാം സെപ്പറേറ്റ് ആക്കി നമുക്ക് അതുപോലത്തെ ബാഗുകളിൽ വെക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് തന്നെ അറിയാൻ പറ്റും എല്ലാ ദിവസവും എടുക്കുമ്പോൾ ഏത് ബാഗിലാണ് എൻ്റെ പുറത്ത് പോകുമ്പോൾ ഉള്ള ഡ്രസ്സ് ഉള്ളത് അല്ലെങ്കിൽ ഏത് ബാഗിലാണ് എൻ്റെ ഇന്നേഴ്സ് ഉള്ളത് എന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റും. ഒരു പരിധി വരെ വലിച്ചു വാരി ഇടുന്നത് നമുക്ക് തടയാൻ പറ്റും കേട്ടോ. അതിൻ്റെ അകത്താവുമ്പോൾ സ്ഥിരം ഇപ്പോൾ പുറത്ത് പോകുന്നൊക്കെ നമ്മൾ വീക്കെൻഡ്സിൽ മാത്രമല്ലേ എടുക്കുകയുള്ളൂ, എല്ലാ ദിവസവും നമുക്ക് ആ ബാഗ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ യൂണിഫോമിൻ്റെ ആണെങ്കിലും അവർ കറക്റ്റായിട്ട് യൂണിഫോം നമ്മൾ എടുത്ത് വെച്ച് കൊടുത്താൽ അവർക്ക് തന്നെ നമ്മൾ മടക്കിയൊക്കെ വെച്ച് കൊടുത്ത് അവർക്ക് തന്നെ അതെടുത്ത് അവരുടെ ബാഗിൽ സ്റ്റോർ ചെയ്ത് എടുത്ത് വയ്ക്കാൻ പറ്റും. ഇന്നേഴ്സ് ആണെങ്കിലും അവിടെ ഇവിടെയും തപ്പി നടക്കാതെ ആ ഇന്നേഴ്സിൻ്റെ ബാഗിൽ നിന്ന് അത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ബാഗാണ് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ അത് മടക്കി എടുത്ത് വയ്ക്കാൻ പറ്റും. ഒരിക്കലും അലമാര ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിരിക്കുന്ന ഒരു രൂപം ഉണ്ടാവില്ല. നമുക്ക് അലമാരിയിലാണെങ്കിൽ കുറച്ച് വൃത്തിയിൽ ഡ്രസ്സുകൾ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ മക്കളുടെ റൂമിൽ വേണ്ടത് ഇതുപോലെ ഒരു ലോണ്ട്രി ബാസ്ക്കറ്റാണ് കേട്ടോ. അതുപോലെ ഒരു ബാസ്ക്കറ്റ് വെച്ച് കൊടുത്താൽ അവർ സ്കൂളിൽ നിന്ന് പോയി വരുമ്പോൾ മാറുന്ന യൂണിഫോം ആയാലും അതുപോലെ അവർ മുഷിഞ്ഞ ഡ്രസ്സുകളാണെങ്കിലും അതിലിട്ട് വെച്ചാൽ റൂമിലൊക്കെ അവിടെ ഇവിടെയും കിടക്കുന്ന മുഷിഞ്ഞ ഡ്രസ്സുകൾ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. കുട്ടികളോട് അത് അതിലിട്ട് വെച്ചാൽ ഉമ്മ അതിൽ നിന്ന് എടുത്തിട്ട് പോയി വാഷ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കും കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും. അവിടെ ഇവിടെയും കിടക്കാതെ അത് അവിടെ തന്നെ ഇട്ട് വെച്ചാൽ പിന്നെ അത് പോയി വാഷ് ചെയ്ത് തിരിച്ച് വന്നോളുമല്ലോ. അപ്പോൾ അവർക്കും കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ. കുട്ടികളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം, അപ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരും കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് അത് അതിൽ തന്നെ ഇടാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാൻ ഇതുപോലെ എല്ലാ ഡ്രസ്സുകളും പുറത്തെടുത്ത് റീഅറേഞ്ച് ചെയ്ത് മടക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും അത് കാണുമ്പോൾ ഒരു ഇഷ്ടമായിരിക്കും, ഡ്രസ്സുകളൊക്കെ നല്ല ഭംഗിയായിട്ട് മടങ്ങിയിരിക്കുന്നതൊക്കെ കാണുമ്പോൾ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർ ബാഗിൽ നിന്ന് എടുക്കുമ്പോൾ ഡ്രസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പോകാറുണ്ട്. അപ്പോൾ അതാണെങ്കിലും നമുക്ക് വൃത്തിക്ക് ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അത് മടക്കി വെച്ച് കാണുമ്പോൾ മക്കൾക്കും ഇഷ്ടമാണല്ലോ ഒരുപാട്. അവർക്കും അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു താല്പര്യം വരും കേട്ടോ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ. അപ്പോൾ ഏതൊക്കെ ബാഗുകൾ മാറിപ്പോകാതിരുന്നാൽ മതി. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ, ഡ്രസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ബാഗുകൾ മാറിയിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ. 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ഡ്രസ്സുകൾ ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ അവരുടെ ഐറ്റംസ് സാധനങ്ങൾ എവിടേക്കാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഒന്നും കൂടെ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഒത്തിരി നമുക്ക് അലമാരിയിൽ ഒരുപാട് സ്റ്റോറേജ് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഒരുപാട് സാധനങ്ങൾ ചിലരൊക്കെ പറയുന്നത് അലമാരിൽ സ്ഥലമില്ല വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് കേട്ടോ. ഒത്തിരി സ്റ്റോറേജ് കിട്ടും നമുക്ക് അലമാരിയിൽ ഈ ഒരു ടൈപ്പിൽ ഡ്രസ്സുകൾ വെച്ചാൽ. പിന്നെ ഞാൻ കുട്ടികളുടെ ബെഡ്ഷീറ്റും കൂടി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പൊടിയും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. വീക്ക്ലി വൺസാണ് ഞാൻ അവരുടെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാറ്. വീക്കെൻഡ് ആകുമ്പോൾ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ വീക്കെൻഡിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം കുഞ്ഞ് ഒന്ന് മൂത്രം ഒഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിറ്റേന്ന് തന്നെ അത് മാറ്റാമെന്ന് വിചാരിച്ച് മാറ്റാനുണ്ട്. ഇവർ ഈ റൂമിൽ കുട്ടികൾ കിടക്കലില്ല, നമ്മുടെ കൂടെയാണ് മക്കൾ കിടക്കൽ. ഇത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അവരുടെ ഐറ്റംസ് വെച്ചിരിക്കുന്ന ഒരു റൂമാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചും കൂടി പൊടി പിടിച്ചിട്ടും കുറച്ചും കൂടി അഴുക്കൊക്കെ ആയിട്ടും അങ്ങനെ കിടന്നിരുന്നത്. ഡ്രസ്സ് ഐറ്റംസൊക്കെ മടക്കി വെക്കാതെയൊക്കെ കിടന്നിരുന്നത്. അപ്പോൾ ഇന്ന്
ഞാനതൊന്ന് എല്ലാം ക്ലീൻ ചെയ്ത് മടക്കി വെച്ചു കേട്ടോ. ഇതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു ട്രിക്കാണ് വാതിലിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരു ഹാങ്ങർ വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അവരുടെ ബെൽറ്റ്, ID കാർഡ് എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ട് വരും, എൻ്റെ ബെൽറ്റ് ഉണ്ടോ, ID കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഹാങ്ങർ നമ്മൾ നമ്മുടെ കബോർഡിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ വാതിലിൻ്റെ ബാക്കിലോ കൊടുത്താൽ അവർക്ക് അവരുടെ ബെൽറ്റും ID കാർഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.